അസ്സലാമലൈക്കും. മസാവള്ളിയിലേക്ക് സ്വാഗതം. നമുക്കൊരു പുളിശ്ശേരി ഉണ്ടാക്കാം. അതിന് തേങ്ങ, കറിവേപ്പില, കാന്താരി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, ചെറിയ ജീരകം, തൈര്, ചെറിയ കഷ്ണം വെള്ളരിക്ക എന്നിവ എടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിനുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനുവേണ്ടി കുറച്ച് വെളുത്തുള്ളി, ചെറിയ ഉള്ളി, കാന്താരി, തേങ്ങ, ചെറിയ ജീരകം, മഞ്ഞൾപ്പൊടി അരച്ചിട്ട് നമുക്കൊരു ചട്ടിയിലേക്ക് ഒഴിക്കാം. ഇനി നമുക്ക് വെള്ളരിക്ക ഒന്ന് വേവിച്ചെടുത്ത് അത് നമുക്ക് ഈ അരപ്പിലേക്ക് ഒഴിക്കാം. ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് ഇത് നന്നായി ഒന്ന് തിളക്കട്ടെ. തിളച്ച് കഴിഞ്ഞവരെ നമുക്കത് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് തൈര് ഒഴിക്കണം. അതിനാവശ്യമായ തൈര് എടുക്കുക. ഇനി തൈര് ഒഴിച്ച് ഇത് നന്നായി ഇളക്കി കൊടുക്കുക. ഇനി ഇത് ഇറക്കി വെക്കുക. ഇനി നമുക്കൊരു പാത്രത്തിൽ അത് ചൂടായ ശേഷം അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ഒഴിച്ച് 1 ടീസ്പൂൺ കടുക് കൂടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. അതൊന്ന് പൊട്ടിത്തീരും വരെ വെയിറ്റ് ചെയ്യാം. ഇനി 1 ടീസ്പൂൺ ഉലുവ കൂടി നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. ഇതൊന്ന് ചൂടായി വരുമ്പോൾ ഒരു കഷ്ണം ചെറിയുള്ളി കൂടി മുറിച്ചിടാം. ഇനി നമുക്ക് അതൊന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് 2 വറ്റൽമുളക്, 2 കറിവേപ്പില, 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് അതൊന്ന് റെഡിയായതിന് ശേഷം നമുക്ക് ഈ പുളിശ്ശേരിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായി ഇളക്കണം. അങ്ങനെ സ്വാദിഷ്ടമായ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. നല്ല രുചിയുള്ള പുളിശ്ശേരിയാണ്. എല്ലാവരും ഉണ്ടാക്കണേ. ഞങ്ങളുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ, എല്ലാവരും ഷെയർ ചെയ്യണേ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ.